വീണ്ടും ഇന്ത്യയിൽ മതഭീകരരുടെ നരഹത്യ. സമൂഹമാധ്യമങ്ങളിലെ പോസ്റ്റിനെ പ്രതി തലയൊറത്ത് മതതീവ്രവാദികൾ. BJP വക്താവായിരുന്ന നുപൂർ ശർമയെ പിന്തുണച്ചുകൊണ്ട് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതിൽ ഹാലിളകിയ മതതീവ്രവാദികൾ തുണി തയ്പ്പിക്കാനെന്ന വ്യാജേനെ തയ്യൽക്കടയിലെത്തി രാജസ്ഥാനിലെ ഉദയപൂരിൽ തയ്യൽ തൊഴിലാളിയെ പട്ടാപ്പകൽ ക്രൂരമായി കഴുത്തറുത്ത് കൊലപ്പെടുത്തി. അങ്ങേയറ്റം ക്രൂരമായ ആ കൊലപാതകത്തിന്റെ ദൃശ്യങ്ങൾ ഭീകര സംഘത്തിലെ അംഗങ്ങൾ തന്നെ മൊബൈൽ ക്യാമറയിൽ പകർത്തി 3 വീഡിയോകളാക്കി ഇസ്ലാമിനോടുള്ള അധിക്ഷേപത്തിനുള്ള മറുപടിയാണിതെന്ന് പറഞ്ഞ് സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് റിയാസ് അക്താരി, ഗൗസ മുഹമ്മദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കഴിഞ്ഞ മാസം ഒരു ടെലിവിഷൻ അഭിമുഖത്തിൽ ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെ അധികരിച്ച് സംസാരിച്ച നുപൂർ ശർമയുടെ പ്രസ്താവനയെ പ്രവാചക നിന്ദയെന്ന തരത്തിൽ ലോകവ്യാപകമായി പ്രചരിപ്പിക്കുകയും ഇന്ത്യക്കെതിരെയുള്ള ഒരു ആഗോള പ്രതിഷേധമാക്കി ഇസ്ലാം മത തീവ്രവാദികൾ മാറ്റുകയും ചെയ്തിരുന്നു. അതിന്റെ തുടർച്ചയെന്ന വണ്ണം നടക്കുന്ന ഈ കലാപങ്ങളിൽ ഒടുവിലത്തേതാണ് ഉദയപൂർ കൊലപാതകം. ഉദയപൂരിലെ ധൻമണ്ടിയിൽ സുപ്രീം ടൈലേഴ്സ് എന്ന തയ്യൽ കടയുടമ കനയ്യ ലാൽ ടേലി എന്ന 40-കാരനാണ് മതതീവ്രവാദികളാൽ അതിക്രൂരമായി ശിരച്ഛേദം ചെയ്യപ്പെട്ടത്. മതം മൂലം അന്ധത ബാധിച്ച തീവ്രവാദ കൂട്ടങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലെ മതനിരപേക്ഷ മൂല്യങ്ങളെ തകർത്തുകൊണ്ട് വളർന്നു വരുന്നതിന്റെ ദൃഷ്ടാന്തമാണ് ഈ കൊലപാതകം. സംഭവത്തെ തുടർന്ന് രാജസ്ഥാനിൽ പോലീസ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും 24 മണിക്കൂർ നേരത്തേക്ക് ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും 1 മാസത്തേക്ക് നിരോധനാജ്ഞ ഉത്തരവ് പുറപ്പെടുവിക്കുകയും ചെയ്തു കഴിഞ്ഞു. കൊലപാതകികൾക്കും അതിന്റെ ഗൂഢാലോചനക്കാർക്കുമെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ട് പ്രസ്താവിച്ചു. കഴിഞ്ഞ മാസം 17-ന് റെക്കോർഡ് ചെയ്തതെന്ന് കരുതപ്പെടുന്ന ഒരു വീഡിയോ കൂടി കൊലപാതകികൾ പ്രചരിപ്പിച്ചിട്ടുണ്ട്. അതിൽ കൊലപാതകം നടത്താൻ വരുമെന്ന് ചൂണ്ടിക്കാട്ടുന്ന ആൾ തന്നെയാണ് അറസ്റ്റിലായിട്ടുള്ളത്. കൊലപാതക ദൃശ്യങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുണ്ട് കൊലയാളികളെന്ന് ആരോപിക്കപ്പെട്ടവർ. ഇന്ത്യൻ ജനാധിപത്യത്തിലെ മഹത്തരമായ മൂല്യങ്ങളെ പൂർണ്ണമായും ശിഥിലമാക്കിക്കൊണ്ട് മതത്തെ രാഷ്ട്രീയവൽക്കരിക്കുന്ന റാഡിക്കൽ ഇസ്ലാമിന്റെ ഇസ്ലാമിക രാഷ്ട്രസങ്കല്പം നമ്മുടെ രാജ്യത്തെ കടുത്ത അരക്ഷിതാവസ്ഥയിലേക്കും കലാപകലുഷിതമായ അന്തരീക്ഷത്തിലേക്കും കൊലപാതകങ്ങളിലേക്കുമാണ് നയിക്കുന്നതെന്ന യാഥാർത്ഥ്യം ദിവസേന കൂടുതൽ ഉറപ്പിക്കപ്പെടുകയാണ്. പൊളിറ്റിക്കൽ ഇസ്ലാമിസത്തിന്റെ അത്യന്തം അപകടകരമായ അവസ്ഥയെ മുൻകൂട്ടി മനസ്സിലാക്കി വേണ്ട ജാഗ്രതാ നടപടികൾ കൈക്കൊള്ളുന്നതിന് പകരം ഇന്ത്യയിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളിൽ പലരും വോട്ട് ബാങ്ക് മാത്രം ലക്ഷ്യമാക്കി അവരെ പ്രീണിപ്പിച്ച് കൂടെ നിർത്തുകയാണ് ഉണ്ടായത്. അതിന്റെ ഭീകരമായ പരിണിത ഫലമാണ് നമ്മുടെ സമൂഹത്തിലെ സമാധാനപൂരിതമായ ജീവിതത്തിന് ഇപ്പോൾ വിഘാതമായി മാറിയിരിക്കുന്നത്. ഇനിയും മതഭ്രാന്ത് തലയ്ക്ക് പിടിച്ചിട്ടില്ലാത്ത ഒരു പറ്റം പ്രബുദ്ധരായ ജനങ്ങൾ ഇന്ത്യയിലുണ്ടെന്നതാണ് ഈ ദുരവസ്ഥയിലും പ്രതീക്ഷാ നിർഭരമാകുന്നത്. മറ്റു മതങ്ങളെ ബഹുമാനിക്കാനും അതിന്റെ നല്ല വശങ്ങളെ ഉൾക്കൊള്ളുന്നവരുമായ ആ ജനസമൂഹമാണ് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ കരുത്ത്. അതിതീവ്രമായ മതബോധം പേറുന്നവർ അതിന് പലപ്പോഴും കളങ്കം തീർക്കുന്നുവെങ്കിലും ആത്മസംയമനത്തിലും സഹിഷ്ണുതയിലും ഊന്നി നിൽക്കുന്ന സമാധാനപൂരിതമായ ഒരു സമീപനമാണ് നാം ഇവിടെ അനുവർത്തിക്കേണ്ടത്. കനയ്യ ലാലിന്റെ കൊലപാതകത്തെ അപലപിക്കുമ്പോഴും രാജസ്ഥാനിലും ഉദയപൂരിലും തുടർ സംഘർഷങ്ങളില്ലാത്ത ഒരു സമാധാനപൂരിതമായ അന്തരീക്ഷം സംജാതമാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം.